Thank you, Jasmine ma'am, for the introduction, for the wonderful introduction. Hello everyone. Hi. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? എന്തൊക്കെ പറയുന്നു എല്ലാവരും? ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരാനുള്ള അല്ലെ കുറച്ച് സമയത്തിനുള്ളിൽ എത്തുമല്ലേ വീട്ടിലേക്ക്? ഓക്കെ, എന്തായാലും സന്തോഷം. വീണ്ടും നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയതിലുള്ള അതിയായ സന്തോഷം അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അല്ലെ. ജാസ്മിൻ മാമിന് അത് കൃത്യമായിട്ട് അറിയാം, ബാക്കിയുള്ളവർക്ക് അല്ലെ അറിയാലോ അല്ലെ. ഓക്കെ, സോ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ്? നമ്മളെല്ലാവരും പലപ്പോഴും ഇങ്ങനെ കേൾക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ, ടോക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഈ ഒരു വിഷയത്തെ നമ്മൾ കേൾക്കുന്നവരാണ്. അപ്പോ എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആകുന്നത്? എന്തുകൊണ്ടായിരിക്കും? കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്ത ഒരാൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളായിരിക്കും അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്? അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എനിക്കില്ല, എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ എന്നൊക്കെ ചിന്തിക്കുന്നവരോ അതല്ലെങ്കിൽ അങ്ങനെ അനുഭവപ്പെടുന്നവരോ ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ? അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരിക്കും? എന്താണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്? പറഞ്ഞോ. കേക്കട്ടെ. നിങ്ങള് സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ടീച്ചേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വീട്ടമ്മമാരുണ്ട്, അങ്ങനെ തുടങ്ങി പലരും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? നമ്മുടെ ആശയങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല. പറയോ. സുൽഫീനത്ത് പറഞ്ഞേ. സർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് കൃത്യമായിട്ട് നമ്മൾ വേണ്ട രീതിയിൽ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ പറ്റില്ല. ഓക്കെ, ഗ്രേറ്റ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മളുടെ ആരോടാണോ നമ്മൾ കൺവേ ചെയ്യുന്നത് അവരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റില്ല എന്നാണ് മാം ഇവിടെ പറഞ്ഞു വെച്ചത്. സന്തോഷം. ഓക്കെ, അപ്പോ അങ്ങനെ പറഞ്ഞതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. ബാക്കിയുള്ളവർ ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒന്ന് റിപ്ലൈ ചെയ്യാം. അപ്പോ നമ്മൾ ബേസിക്കിൽ നിന്ന് വരാം, സംസാരത്തിൽ നിന്ന് തുടങ്ങാം അല്ലെ. സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ആരൊക്കെയുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് അതല്ലെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ആരൊക്കെയുണ്ട്? സംസാരിക്കുക, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കണമെന്ന് ഇഷ്ടമുള്ള ആൾക്കാർ. ഒരാളെ കണ്ടു, അപ്പൊ ആളൊന്ന് പരിചയപ്പെടണം, അങ്ങനെ ചിന്തിക്കുന്ന ആരൊക്കെ ഉണ്ട്? രഹന മോൾ ഉണ്ട്. ഓക്കെ, വേറെ ആരാ ഉള്ളേ? സയ്യിദത്ത് അനീസ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഒരാളിങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരാള് പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ആളിങ്ങനെ ചിരിച്ച സമയത്ത് എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ തോന്നി. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടണം, ഒന്ന് അറിയണം, പേര് ചോദിക്കണം, എവിടെ സ്ഥലം എന്നൊക്കെ അറിയണം എന്ന്. ഓക്കെ, സയ്യിദത്ത് അനീസ, സജ്ന കേട്ടി, ഹിസാന. ഓക്കെ, ഗ്രേറ്റ്, സന്തോഷം. യെസ്, കുറെ ആളുകളുണ്ട് അല്ലെ, അങ്ങനെ പരിചയപ്പെടണം എന്ന് തോന്നാറുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ ഈ സംസാരിക്കുക എന്നുള്ളത് കേട്ടോ, ഓക്കെ, നമ്മൾ സംസാരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. സംസാരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വസ്ഥത നൽകുന്ന ഒരു സാധനമാണ്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തെ നമ്മൾ കേൾക്കുമ്പോൾ മറ്റൊരു മനുഷ്യന് ഒരു സ്വസ്ഥത കിട്ടും, ഒരു സന്തോഷം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എന്താണ് നിങ്ങൾ അങ്ങനെ അതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, സ്വസ്ഥത, നമുക്ക് കുറെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്കൊരു ഫ്രീഡം കിട്ടും, മനസ്സിനൊരു ഫ്രീഡം കിട്ടും അല്ലെ. യെസ്. അപ്പോ ശരിക്കും പറഞ്ഞ മനുഷ്യന് ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കോവിഡ് കാലത്ത്, കൊറോണ കാലത്തൊക്കെ നമ്മൾ ഇരുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന സമയത്ത് 31 ദിവസം പിന്നെ ടെറസിന്റെ മുകളിൽ ഇരിക്കേണ്ട വന്ന ഒരാളാണ്.
അപ്പോ ഒരാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ആരോടും മിണ്ടാതെ കുറെ നാള് ജീവിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു ദിവസമല്ല, നിങ്ങൾ വിചാരിക്കും ഇനി ആരെ കണ്ടാലും മിണ്ടണില്ല, ഇനി ആരെ കണ്ടാലും മിണ്ടണില്ല, ഒരാൾക്കും ചെവിയും കൊടുക്കണില്ല, ഇങ്ങനെ അങ്ങോട്ട് നടക്കുക. കുറച്ച് ആള് നടന്നു നോക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് പിന്നെ എന്താവും, നിങ്ങളുടെ ഒരു കൺട്രോള് വിട്ടുപോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും, ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കം വരും, അല്ലെ? അപ്പോ ആളുകളോട് സംസാരിക്കുക, അതൊരു ആശയവിനിമയം എന്ന് പറയുന്നത്, ആശയവിനിമയം. അപ്പോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴും അവിടെ നമുക്കൊരു സ്വസ്ഥതയും സന്തോഷവും കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോ ചില സമയത്ത് നമ്മൾ തന്നെ ചില ആളുകളോട് നമ്മൾ സംസാരിക്കേണ്ടി വരുമ്പോൾ, ഇപ്പൊ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പൊ പിന്നെ സംസാരത്തിന്റെ വേറൊരു തലം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ ഒരാളോട് പിണങ്ങി, അല്ലെ? നമ്മൾ വീട്ടില് നമ്മളെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ കൂട്ടുകാരിയോടോ പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വിച്ഛേദിക്കുന്നത് എന്താണ്? ആദ്യം പിന്നെ എന്താ നമ്മൾ ചെയ്യാ? സംസാരം. സംസാരം നിർത്തും, അല്ലേ? ആദ്യം എന്താ? ആദ്യം പിന്നെ അവരെ കണ്ടാൽ മിണ്ടൂല. നമ്മളിപ്പോ ഒരു മൂത്തുമാടെ മോളുണ്ട്, അവളായിട്ട് പിണങ്ങിന്ന് കരുതുക, പിന്നെ അവൾ അതിലേ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ മിണ്ടൂല. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്താണ് അവിടെ? സംസാരം കുറയുക. അപ്പൊ ഒരാളോട് സംസാരിക്കുന്നു എന്നതിന്റെ അർത്ഥം അദ്ദേഹത്തിനോട് ഒരു അടുപ്പമുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഒരാളോട് അകൽച്ചയുണ്ടാക്കുന്നു എന്നതാണ് അതിന്റെ ഒരു സാരം എന്ന് പറയുന്നത്. അപ്പൊ ഒരാളോട് കൂടുതൽ അടുക്കണമെങ്കിൽ ആളുകളോട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടീച്ചർ ആകാം, കൗൺസിലർ ആകാം, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരാകാം, ആരും ആവട്ടെ, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കും. ഇപ്പൊ ഞാൻ ജാസ്മിനെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതെ പോയി. ജാസ്മിനെ കണ്ടപ്പോൾ ജാസ്മിൻ അതിലേ പോകുന്നുണ്ട്. അപ്പൊ ജാസ്മിനെ കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ മിണ്ടാതെ പോയി. അപ്പൊ ജാസ്മിൻ എന്തായിരിക്കും കരുതുക? ജാസ്മിൻ കരുതുന്നത് സാറ് എന്തോ എന്നോടൊരു പിണക്കമുണ്ട്, അതല്ലെങ്കിൽ സാർ എന്നെ മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ട്, കാരണം എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് കരുതുക. കാരണം എന്താണ്? മിണ്ടാതെ പോയി, മൈൻഡ് ചെയ്യാതെ പോയി എന്നുള്ളതാണ്. അപ്പോ ആളുകളോട് നമ്മൾ സംസാരിക്കുക. അപ്പോ ഇവിടെ സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ, ഇവിടെ രണ്ട് പ്രശ്നമുണ്ട്. എനിക്ക് പിന്നെ ഒരാളെ കാണണം. ഇപ്പൊ ഇവിടെ സജിന കേട്ടി. അപ്പൊ സജിന ഇവിടെ ഉണ്ട്. അപ്പൊ സജിനോട് എനിക്ക് സംസാരിക്കണം, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാ ഇപ്പൊ സംസാരിക്കുക? അങ്ങനെ ഒരു ചിന്ത ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അപ്പുറത്തുനിന്ന് ആള് ചിന്തിക്കുന്നത് എന്താണ്? ഇവര് സംസാരിക്കാത്തത് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ചിന്തിക്കുക. പക്ഷെ ഇവിടെ പ്രശ്നം ആർക്കാണ്? നമുക്കാണ്. എനിക്ക് സംസാരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല, എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവര് ചിന്തിക്കുന്നതാണ്, ഇവർക്ക് ഭയങ്കര ജാടയാണ്, ഇവര് ഭയങ്കര വലിയ ആൾക്കാരാണ്, നമ്മളോടൊന്നും കണ്ടാൽ മിണ്ടൂല എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോ സംസാരിക്കുക എന്നുള്ളത് അകൽച്ചയുടെ അടയാളമല്ല, മറിച്ച് കുറച്ചുകൂടി അടുപ്പത്തിന്റെ അടയാളമാണ് സംസാരിക്കുക എന്ന് പറയുന്നത്. സംസാരിക്കാതിരിക്കുകയാണ് അകൽച്ചയുടെ അടയാളം എന്ന് പറയുന്നത്. ഇനി വേറൊരു വിഷയം നമ്മളൊന്ന് ആലോചിക്കുക. ചില ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനം ഉണ്ടാവും. ചില ആളുകളോട് നമ്മൾ പറയാറില്ലേ, ഓ ഞാന് ആ സാറിനോട് ഞാൻ സംസാരിച്ചു, അല്ലേ? അപ്പോ ചില ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ കൂട്ടിനേക്കാൾ, സന്തോഷത്തേക്കാൾ അഭിമാനമായിട്ട് വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോ ഇപ്പൊ നമ്മള് പിന്നെ ഒരു നല്ലൊരു ടീച്ചർ ആണെങ്കിൽ, നല്ല ടീച്ചറാണ്, നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു കല്യാണത്തിന് വെച്ചിട്ട് നമ്മളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ ആ കുട്ടി എന്താ പറയാ, ഓ ഞാനിന്ന് ടീച്ചറെ കണ്ട് ഞാനിന്ന് സംസാരിച്ചു. ആ കുട്ടിക്ക് അഭിമാനാണ്, അല്ലേ? അപ്പോ ആ കുട്ടിയോട് നമുക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റണം. അതിനൊരു കേപ്പബിൾ, അത് എങ്ങനെ സംസാരിക്കണം, അല്ലെ? ഒരാളെ കണ്ടു, ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ പോയി, അല്ലെ? ഒരു രോഗിയുടെ അടുത്ത് പോയി. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് അവിടെയും സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. നമ്മളുടെ ഏതെങ്കിലും ഒരു ബന്ധു
വയ്യാതെ കിടക്കാണ്, നമ്മളവിടെ പോയി. അപ്പൊ നമ്മൾ അവിടെ പോയി അവരെ കൈയൊക്കെ പിടിച്ച് അവർക്ക് നമുക്കൊരു സാന്ത്വന വാക്ക് നമുക്ക് പറയാൻ പറ്റണം. അവിടെയും ഒരു സംസാരം വരുന്നുണ്ട്. അവരെ വേദനിപ്പിക്കാതെ സംസാരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകണം. അവിടെ പോയിട്ട് കുറെ നാളായല്ലോ എടുക്കണം അല്ലേ, എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ അവരുടെ മനസ്സിന് കുറച്ചുകൂടി പ്രചോദനം നൽകുന്ന രീതിയിൽ അവരോട് സംസാരിച്ച് ഇറങ്ങുമ്പോഴാണ് ആ രോഗിയുടെ ഹൃദയത്തിൽ നമുക്ക് കയറിക്കൂടാൻ സാധിക്കുക. അപ്പോ നമ്മുടെ സംസാരങ്ങളിൽ പ്രചോദനം ഉണ്ടാകണം, നമ്മുടെ സംസാരങ്ങളിൽ സാന്ത്വനം ഉണ്ടാകണം, നമ്മുടെ സംസാരങ്ങളിൽ കാരുണ്യം ഉണ്ടാകണം, നമ്മുടെ സംസാരങ്ങളിൽ ദയ ഉണ്ടാകണം, നമ്മുടെ സംസാരങ്ങളിൽ എമ്പതി ഉണ്ടാകണം. ഇങ്ങനെ തുടങ്ങി നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവരേണ്ട എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായിട്ട് സംസാരിക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാർ എന്താണ്, തിരിഞ്ഞു പോകും. അതല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ വരൂല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് ഫീൽഡിൽ വർക്ക് നമ്മൾക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഏത് സാഹചര്യത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. സ്കൂളിൽ പേരൻസ് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ സെയിൽസ് ട്രെയിനിങ്ങിന് നമ്മൾ എന്തെങ്കിലും വിൽക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മളൊരു അധ്യാപകനാണെങ്കിൽ, നമ്മളൊരു സോഷ്യൽ വർക്കർ ആണെങ്കിൽ, എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും സംസാരിക്കാൻ നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസം വരും, എന്തിനേയും നേരിടാനുള്ള ഒരു കപ്പാസിറ്റി വരും. ഈ ആത്മവിശ്വാസം ഇല്ലാതെയാകുമ്പോഴാണ് അസേർട്ടീവ്നെസ് കുറയുന്നത്. അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ ദി ആർട്ട് ഓഫ് സേയിങ് നോ. നോ പറയാൻ പഠിക്കുക അല്ലെ. നോ പറയാൻ പറ്റുക എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അപ്പൊ ഞാന് എൻ്റെ ട്രെയിനേഴ്സ് ട്രെയിനിങ് ബാച്ചിലുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവനോട് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഓൻ പറഞ്ഞു, ഞാൻ ഒരു നോ പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സിന് ചേർന്നു എന്ന് പറഞ്ഞു. അപ്പോ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഒരു നോ പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സിന്, അപ്പൊ ഞാൻ ഓക്കെ, നോ പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സ് അടിപൊളിയാണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു അത് 25 ലക്ഷം രൂപയായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 25 ലക്ഷം രൂപക്ക് ഒരു നോ പറയാനുള്ള കോഴ്സോ, അത് എവിടെയാണ് കൊടുക്കണത്, എന്താണ് ഇപ്പൊ അതിൽ കാര്യമായിട്ട് പഠിപ്പിക്കണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, സാറേ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ഒരു ഉറ്റ സുഹൃത്തായിരുന്നു. ഇവൻ എന്നോട് ഒരുപാട് കടങ്ങൾ ചോദിക്കും, അപ്പൊ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു ദിവസം വന്നിട്ട് പിന്നെ 25 ലക്ഷം രൂപ ചോദിച്ചു, പക്ഷെ എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവനോട് നോ പറയാനും പറ്റണമില്ല. അങ്ങനെ അവസാനം നോ പറയാൻ പറ്റാതെ ഇവൻ കഷ്ടപ്പെട്ട് പല ആളുകളിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച് 25 ലക്ഷം രൂപ കൊടുത്തു. അതോടുകൂടി പിന്നെ അവനെ കാണുന്നുമില്ല, അവനത് തിരിച്ചു തരുന്നുമില്ല. അതോടുകൂടി ഇപ്പോ ഞാൻ സൂപ്പർ ആയിട്ട് നോ എല്ലാവരോടും പറയുന്നുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോ ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇല്ലാത്ത കാര്യമാണെങ്കിൽ, നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നോ പറയാന്നുള്ളത് അതെനിക്ക് പറ്റൂല, എനിക്കതിപ്പോ അത് നോ പറയാന്ന് പറയുമ്പോഴും അവിടെയും ഒരു പിന്നെ മാന്യത ഉണ്ട് കേട്ടോ. എടുത്തടിച്ച് മുഖത്ത് നോക്കിയിട്ട് നോ പറയാന്നുള്ളതിനേക്കാൾ ആ ഒരു മാന്യതയോടെ സംയമനത്തോടെ നോ പറയാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഇതേപോലെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വരും. എവിടെയെങ്കിലും നമുക്ക് പോകേണ്ടി വരും, ആരെങ്കിലും നമ്മളെ വിളിക്കും പോകാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിന് ചേരാനായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തും ആയിരിക്കാം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കടം ചോദിക്കുന്നതായിരിക്കാം. അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ നമുക്ക് നോ പറയേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതെങ്ങനെയാ പറയാ, ഇതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കും എന്നറിയാതെ അവരോട് യെസ് എന്ന് പറയും. നോ പറയാൻ പറ്റാത്തതുകൊണ്ട് എന്ത് പറയും, യെസ് പറയും. പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ എന്താണ്, അവിടെ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ ഈ നോ പറയുക എന്നുള്ളതും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഒരുപാട് മേഖലകൾ, ചിലപ്പോൾ ഇന്ന് പറഞ്ഞാലൊന്നും നമുക്കൊരു മണിക്കൂർ കൊണ്ടൊന്നും തീരാത്ത അത്ര കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് പറഞ്ഞു പോകാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറഞ്ഞ് അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അല്ലെ. പല ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്,
നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലെങ്കിൽ നിങ്ങൾ എന്ത് നേടിയിട്ടും കാര്യമില്ല. നിങ്ങൾ എന്ത് കോഴ്സിന് പോയി ചേർന്നിട്ടും കാര്യമില്ല. ഒരു ടീച്ചറാണ്, ആൾക്ക് PhD വരെ ഉണ്ട്. പക്ഷെ ഈ കിട്ടിയ നോളജ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല, അല്ലെ? കുറേ കോഴ്സുകൾ നമ്മൾ ചെയ്തു. ആ തെറാപ്പി പഠിച്ചു, NLP പഠിച്ചു, TA പഠിച്ചു, അതേപോലെ തന്നെ EFT പഠിച്ചു, അതേപോലെ തന്നെ പിന്നെ B.Ed, M.Ed അങ്ങനെ എല്ലാം പഠിച്ചു. കുറേ ഉണ്ട്, കുന്നോളം മനസ്സിലുണ്ട്, ബ്രെയിനിലുണ്ട്. പക്ഷെ ഇതൊരാള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ? കുട്ടി പറഞ്ഞല്ലോ, കുട്ടി പറഞ്ഞു, ഉമ്മോട് പറഞ്ഞു, എന്താണ്, ഉമ്മച്ചി എന്നെ പഠിപ്പിക്കണത് ശരിയല്ല, ഉമ്മച്ചിക്ക് പഠിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഏഹ് അതായത് കുട്ടി തീരെ വരുന്നില്ല, പഠിക്കാൻ വേണ്ടിയിട്ട് തീരെ വരുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പഠിപ്പിക്കാൻ. ഇത് പഠിപ്പിക്കുന്നതിന് ഒരു സ്റ്റൈൽ ഉണ്ട്. പഠിപ്പിക്കുന്നതിനൊരു സ്റ്റൈൽ ഉണ്ട്, സംസാരിക്കുന്നതിനൊരു സ്റ്റൈൽ ഉണ്ട്, ഒരു ഫീഡ്ബാക്ക് പറയുന്നതിനൊരു സ്റ്റൈൽ ഉണ്ട്. ഇങ്ങനെ തുടങ്ങി എന്തിനും അതിൻ്റെതായിട്ടുള്ള രീതി. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു ഫീഡ്ബാക്ക് പറയാം, അല്ലെ? ഫീഡ്ബാക്ക് പറയാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സംസാരം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാട്ട് പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ തുടങ്ങി പല സന്ദർഭങ്ങളിൽ നമ്മളൊരു ഫീഡ്ബാക്ക് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ ഫീഡ്ബാക്ക് പറയുമ്പോൾ പോലും, അല്ലെ, ഇപ്പോ ഞാനിവിടെ അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങളൊരു ഫീഡ്ബാക്ക് പറയുമ്പോൾ, നിങ്ങളൊരു ടീച്ചറോ ട്രെയിനറോ അതല്ലെങ്കിൽ നിങ്ങളൊരു ലീഡറോ, അല്ലെ? ലീഡർ അല്ലാത്ത ആരുമില്ല, എല്ലാവരും ലീഡർമാരാണ്. ഒന്നുകിൽ നമ്മൾ വീട്ടിലെങ്കിലും ലീഡർമാരാണല്ലോ, നമ്മുടെ കുട്ടികളെയെങ്കിലും നയിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മളെല്ലാവരും ലീഡർമാരാണ്. അപ്പൊ നമ്മൾക്ക് പലപ്പോഴും പലരോടും ഇത്തരത്തിൽ ഫീഡ്ബാക്ക് പോലും പറയേണ്ടി വരാറുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം അവരവരുടെ ജീവിതത്തിൽ പകർത്തണം, അല്ലെ? ഇപ്പൊ ഇവിടെ സയ്യിദ് തനീസ ഉണ്ട് ഇവിടെ. അപ്പോ സയ്യിദ് തനീസയോട് ഞാനൊരു ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് അവരുടെ ജീവിതത്തിൽ പകർത്തണം, അല്ലെ? അങ്ങനെ പകർത്തണമെങ്കിൽ ഞാൻ പറയുന്ന രീതി ഏറ്റവും മനോഹരമായിരിക്കണം. അപ്പോഴല്ലേ അവരത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആണോ? അല്ലെ ജാസ്മിന്? അതെ. അപ്പോ ഫീഡ്ബാക്ക് പറയുമ്പോൾ പോലും അവിടെ നമ്മൾ പലപ്പോഴും ഫീഡ്ബാക്ക് പറയുമ്പോൾ നമുക്കറിയാം, ഒന്ന് പ്രൈസിങ് ആണ്. പ്രൈസിങ് എന്ന് പറഞ്ഞാൽ വാഴ്ത്തി പറയാം. എന്ത് ചെയ്തു കഴിഞ്ഞാലും വണ്ടർഫുൾ. എന്ത് ചെയ്തു കഴിഞ്ഞാൽ വണ്ടർഫുൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടർഫുൾ, സൂപ്പർബ്, അതന്നെ. എന്ത് ചെയ്യുന്ന എത്ര മോശമായി ചെയ്തു കഴിഞ്ഞാലും വണ്ടർഫുൾ എന്ന് പറയും. ചില ആളുകളുണ്ട്, എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും കുറ്റം മാത്രമേ പറയുള്ളൂ. അത് ശരിയായില്ല, അതങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയും. എന്നാൽ ഇത് രണ്ടുമല്ല, മറിച്ച് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്നാണ് നമുക്ക് ഫീഡ്ബാക്ക് പറയേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്തു പറയും, ഇവരുടെ കൂടെയാണ് നമ്മൾ ഉള്ളത് എന്ന് ഇവർക്ക് തോന്നണം. ഞാനൊരു ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത്, ഞാൻ ഒരാളോട് ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത്, ഇയാൾ എൻ്റെ ഉന്നമനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന ഒരു ചിന്ത ഇവർക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ പറഞ്ഞു നോക്കുക. അതല്ലാതെ ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ എന്താണ്, അവരങ്ങനെ തന്നെ പോകും. അപ്പോ എന്താണ്, അവിടെ നമ്മളൊരു ഫീഡ്ബാക്ക് പറയുന്നിടത്ത് പോലും ഒരു കുട്ടിയോട്, ഒരു സ്റ്റുഡന്റിനോട്, നമ്മുടെ കൂട്ടുകാരനോട്, കൂട്ടുകാരിയോട്, അങ്ങനെ തുടങ്ങി ആരോട്, നമ്മളെ മക്കളോട്, ആരോടായി കഴിഞ്ഞാലും ഒരു അഭിപ്രായം പറയുമ്പോൾ പോലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അപ്പൊ ആ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റാത്ത ഒരു കഴിവും ലോകത്തില്ല. ഏത് കഴിവ് നിങ്ങൾക്ക് വേണോ ആ കഴിവ് നേടിയെടുക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സ്കില്ല് എന്ന് പറയാ. സ്കില്ല്, ടാലന്റ്, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സ്കില്ലും ജാസ്മിൻ മാമും നബില മാമും പറയണ്ടേ, ബാക്കിയുള്ളവർ പറഞ്ഞാൽ മതി. സ്കില്ലും ടാലന്റ് നിങ്ങൾ തന്നെയാണ് എപ്പോഴും സംസാരിക്കുക. അപ്പൊ ബാക്കിയുള്ളവർക്ക് വിഷമാവൂല, അവർ പറയില്ല, ഇവരെന്നെ കണ്ടക്ട് ചെയ്യണം, എന്നിട്ട് ഇവരെന്നെ ആൻസർ പറയുന്ന ഒരു വിഷമം നിങ്ങളോട് വരും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്കില്ലും ടാലന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. എന്താണ് സ്കില്ല്, എന്താണ് ടാലന്റ്? നമ്മൾ പറയാമല്ലോ സാധാരണ, അവർക്ക് ഭയങ്കര ടാലന്റ് ആണ്. എന്ത് ടാലന്റ് ആണ് അവർക്ക്? എന്നാൽ ചില ആളുകളോട് സ്കില്ലെന്നും പറയാറുണ്ട്. എന്താ വ്യത്യാസം?
ആരുമില്ലേ? കേക്കട്ടെ, ഒന്ന് പറഞ്ഞു നോക്ക്. ടാലന്റ് എന്ന മത്സരം. ടാലന്റ് എന്ന് പറഞ്ഞ മത്സരം. ഓക്കെ. ടാലന്റ് എന്ന് പറയുമ്പോ നമ്മുടെ കഴിവുകള് പുറത്തെടുത്ത് ചെയ്യാന്നുള്ളത്. സ്കിൽ എന്ന് പറയുമ്പോ സ്നേഹിക്കുക. സ്നേഹിക്കുക. ഓക്കെ, എന്തായാലും സന്തോഷം. രണ്ടുപേരും ഇവിടെ പറഞ്ഞു. താഹിറ മാമും സലീന മാം, അടിപൊളി, സൂപ്പർ. ഇങ്ങനെ വേണം, എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റണം. നിങ്ങള് ചോദിക്കുമ്പോ എന്തെങ്കിലും പറയണം. ഓക്കെ, വേറെ ആരാ പറയുന്നേ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇതിനോട് യോജിക്കുന്നോ വിയോജിക്കുന്നോ? സ്കില്ല് പറയുമ്പോ നമ്മള് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയല്ലേ? അങ്ങനെ എന്തേലും ചെയ്യാനുള്ള ഒരു സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. ഓക്കെ, സന്തോഷം. രഹന മോള് പറഞ്ഞേ. ഓക്കെ, ഞാനിത് പിന്നെ പറയാം, എന്താണെന്ന് പറയാം. ബട്ട് എനിവേ നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇഷ്ടത്തോടെ ചെയ്യുന്നതും പറയാ. ഇഷ്ടത്തോടെ ചെയ്യുന്നതും പിന്നെ ഓക്കെ, അടിപൊളി. അതായത് പറഞ്ഞല്ലോ, മതി. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ സംസാരിക്കാൻ പിറകോട്ടാണെങ്കിൽ നമ്മുടെ മക്കളും അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മളെ കണ്ടിട്ടാണ് അവര് വളരുക. അപ്പൊ അവര് ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മളായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നമ്മൾ എങ്ങനെയാണോ, അതായത് സൈക്കോളജിക്കലി പറയുന്നത്, നമ്മൾ എങ്ങനെയാണോ അതിന്റെ 70% ജനറ്റിക്കലി ആർക്ക് കിട്ടും? മക്കൾക്ക് കിട്ടും. പിന്നെ അവരത് ഡെവലപ്പ് ചെയ്ത് മാറ്റണം. നിങ്ങൾ സംസാരിക്കാൻ പിറകിലാണെങ്കിൽ, നിങ്ങൾ ആൻസർ പറയുന്നില്ലെന്നുണ്ടെങ്കിൽ മക്കള് സ്കൂളിൽ പോയിട്ട് ആൻസർ പറയൂല. നിങ്ങൾക്കൊരു ജനറ്റിക്കൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാവും. അപ്പോ പിന്നെ ഇവിടെ സ്കില്ലും ടാലന്റും അല്ലേ? അപ്പോ ആൻസർ പറഞ്ഞവർക്കൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ സ്കില്ലും ടാലന്റും. ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജന്മനാ കിട്ടുന്ന ഒരു കഴിവ്. ജന്മനാ എന്താണ് ടാലന്റ് എന്ന് പറഞ്ഞാല്? ജന്മനാ ഒരു പാട്ട് പാടാൻ ഇവര് പാട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല, അതല്ലെങ്കിൽ വരയ്ക്കാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. ജന്മനാ ഇങ്ങനെ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടുന്ന സാധനം. ഇപ്പോ എന്റെ വൈഫിന് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ട്. ഇവര് പറഞ്ഞോ. ചെറിയൊരു തിരക്കിനിടയിലാണ് ക്ലാസ് കേൾക്കുന്നത്. ഞാൻ ഓണാക്കി വെച്ചു. ഞാൻ പല ഭാഗങ്ങളും മിസ്സായി പോകുന്നുണ്ട്. ഞാൻ പിന്നെ കയറിയ സമയത്ത് എല്ലാവരും റെസ്പോൺസ് ഒക്കെ കേൾക്കുന്നത്. പക്ഷെ എന്തായാലും ക്വസ്റ്റ്യൻ എന്നുള്ള വിട്ടുപോയി. അതുകൊണ്ടാണ് ആൻസർ തരാതിരുന്നത്. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ തിരക്കിനിടയിലും കയറിയതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ പിന്നെ കാരണം നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിനോട് നമ്മൾ അത്രത്തോളം താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ടാലന്റ് ആണ്. ടാലന്റ് എന്ന് പറഞ്ഞാൽ ജന്മനാ ഉള്ള കഴിവ്. അപ്പൊ ഞാൻ എന്റെ വൈഫിൽ നിന്നാണ് നമ്മൾ പോയത്. അപ്പൊ എന്റെ വൈഫിന് എന്താണ് വരയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇവ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഇവർ ഉപ്പ വരയ്ക്കും, അനിയത്തിമാര് വരയ്ക്കും. അപ്പൊ ഇവരെന്താണ്, ഇത് ജന്മനാ ഉള്ള കഴിവാണ്. എന്നാൽ ഈ കഴിവില്ലാത്ത ഒരാള്, ജന്മനാ കിട്ടാത്ത ഒരാൾക്കും വരയ്ക്കാൻ പറ്റും, പാടാൻ പറ്റും, അതേപോലെ തന്നെ പ്രസംഗിക്കാനും പറ്റും, എന്തും പറ്റും. ഇതാണ് സ്കില്ല് എന്ന് പറയുന്നത്. അപ്പോ ജന്മനാ ഉള്ളതിന് നമ്മൾ ടാലന്റ് എന്ന് പറയും. അല്ലാതെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എല്ലാ കഴിവുകളെയും സ്കില്ല് എന്ന് പറയും. അപ്പോ സംസാരിക്കാൻ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ? നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അത്ര ഫ്ലുവന്റ് അല്ല. എന്നിട്ട് നമ്മൾ എന്താ പറയാ? ഞാൻ പഠിച്ചത് മലയാളം മീഡിയത്തിലാണ്, അതാരണേ അവിടെ ഇംഗ്ലീഷ് ഒന്നും ആരും സംസാരിക്കാറില്ല, ടീച്ചർമാരൊക്കെ ഭയങ്കര മോശമാണ്, എന്നേലും മോശമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറയും. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരായി കഴിഞ്ഞാലും പറയും ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ ഉള്ളൂ. പക്ഷെ അവിടെ അങ്ങനെ പിന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർമാരൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എത്ര മണിയായിട്ട് പറഞ്ഞേനെന്ന് പറയും. എന്നാ ഈ പറയുന്ന നേരം ഒരു 2 മാസം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മണിയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഓരോ കാരണം കണ്ടെത്താണ്. നമ്മൾ ഇങ്ങനെ ഓരോ കാരണം കണ്ടെത്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് ആ സ്കൂൾ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പേരൻസ് നമ്മൾ ആ ഒരു മലയാളം മീഡിയത്തിൽ കൊണ്ട് ചേർത്തിയത് കൊണ്ടാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ജാസ്മിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഒരു 2 മാസം സ്പോക്കൺ ഇംഗ്ലീഷിന് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അല്ലെ ജാസ്മിൻ, പിന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ പറ്റും. നമ്മൾ വിചാരിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് എന്താണ് അങ്ങനെ ഒരു നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു ഡിസയർ നമുക്കില്ല. നമുക്കൊരു നല്ല ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ
അത് നേടിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കഴിവില്ല. അപ്പൊ ഈ സ്കില്ലിനാണ് ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു കഴിവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വേദിയുടെ മുമ്പിൽ സംസാരിക്കാനോ, ഒരാളെ കാണുമ്പോൾ സംസാരിക്കാനോ, ഒരു അഭിപ്രായം പറയാനോ, ഒരു വെൽക്കം സ്പീച്ച് പറയാനോ, ഇതിനൊന്നും ഇപ്പൊ നിലവിൽ കഴിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളെ ഗോളിൽ എഴുതുക, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഒരു ട്രെയിനിങ്ങിന് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ എന്താണ് ഒരു ആത്മവിശ്വാസം അങ്ങോട്ട് കയറി വരും. എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സംസാരിക്കാൻ, ഒരു അഭിപ്രായം പറയാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് വരുന്നു. ഇപ്പൊ ഞാൻ ട്രെയിനേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. ഈ കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, അതേപോലെ തന്നെ ട്രെയിനിങ് സ്കിൽസ് ആണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ നമ്മളെ കോഴ്സിൽ വരുന്ന ഒരുപാട് ആൾക്കാർ, ഇപ്പൊ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. ഇവരെല്ലാതും കഴിഞ്ഞു. പക്ഷെ ഇവർക്ക് എന്താ ഇപ്പൊ പ്രശ്നമുള്ളത് എന്താണ്? ഇതെല്ലാം കഴിഞ്ഞു, ഡിഗ്രി എല്ലാം എടുത്ത്, PG എടുത്തു, എല്ലാം കഴിഞ്ഞു, കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ ഇത് പ്രസന്റ് ചെയ്യാൻ അറിയുന്നില്ല. അപ്പോ ഈ പ്രസന്റേഷൻ അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുകയും അത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യാം. ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന ഒന്നാണ് ഇൻഫ്ലുവൻസിങ് പവർ എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസിങ് പവർ നേരത്തെ പറഞ്ഞു അല്ലെ, ഇവിടെ ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു കുറെ ആളുകൾക്ക് എന്തുണ്ടാകുന്നു, ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ ഒരു നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ആളുകളെ. ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലെ. അപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ നന്നായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കൊരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ മക്കളിൽ, നിങ്ങളൊരു ടീച്ചറാണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസിങ് പവർ ഉണ്ടാവും അല്ലെ. നിങ്ങളൊരു ലീഡറാണ്, നിങ്ങളൊരു സെക്രട്ടറി ആണ്, എന്തെങ്കിലും ഒരു സ്ത്രീ കൂട്ടായ്മയുടെ സെക്രട്ടറി ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നിങ്ങളെല്ലാവരും വിളിക്കും. നോക്കിക്കോ, എല്ലാവരും നിങ്ങളെ വിളിക്കും, നിങ്ങളെ വോയിസ് വിടും. എന്താണ് അതാണ്, പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോകുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ നന്നായി സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇതൊരു ഇൻഫ്ലുവൻസിങ് പവർ ആണ്. ചില കുറെ ആളുകൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയും, പക്ഷെ നമ്മൾ അനുസരിക്കാറില്ല. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്ന് നമ്മളോട് പറഞ്ഞു നോക്കിയേ, നമ്മൾ പിറ്റേ ദിവസം പോയി ചെയ്യും. ഇതാണ് ഇൻഫ്ലുവൻസിങ് പവർ. വീട്ടിലും എല്ലാവരും പറയും, ഉമ്മ പറയും, ഉപ്പ പറയും, ഭാര്യ, ഭർത്താവ് എല്ലാവരും പറയും, ഞങ്ങൾക്ക് അത് ചെയ്തുകൂടാ, അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ശരിയാവില്ല പറഞ്ഞ അവിടെ ഇരിക്കും. എന്നാൽ നമുക്ക് നന്നായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നിട്ട് അന്ന് ചെയ്തു നോക്കിയേ, അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം പോയി ചെയ്യും. അതാണ് ഇൻഫ്ലുവൻസിങ് പവർ എന്ന് പറഞ്ഞത്. നമ്മൾ പറയുന്നിടത്ത് ആളുകൾ അത് അംഗീകരിക്കാനും അത് സ്വീകരിക്കാനും അതേപോലെ ചെയ്യാനും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ഇൻഫ്ലുവൻസിങ് പവറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോ ഈ സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനിവിടെ നോക്കിയേ, ഞാനിവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഇത്രയും പേരോട് എനിക്ക് സംസാരിക്കാൻ പറ്റാണ്. ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഇത്രയും ആളുകളോട് നിങ്ങൾ സംസാരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് എത്താണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റിയെ വാർത്തെടുക്കാം. ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മളുടെ സംസാരത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏതൊരാളോടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 2 എലമെന്റുകൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട ഒന്നാണ്. ഒന്നാമത്തേത് പോസിറ്റീവ് എനർജി എന്നുള്ളതാണ്.
ഒരാള് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ചു കഴിഞ്ഞാല് ആള് തിരിച്ച് വിഷമിച്ച് പോകാൻ പാടില്ല. ആൾക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. ഈ എനർജി എന്നുള്ളത് നമ്മളെ ഉള്ളിലുള്ള എനർജി പാസ് ചെയ്യപ്പെടുന്ന എനർജിയാണ്. നിങ്ങള് വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ആളോട് കുറച്ചു നേരം സംസാരിച്ച് നിങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിലുള്ള ഒരു വിഷമം ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് പാസ് ചെയ്യപ്പെടും. അപ്പൊ അവിടെ ഒരു സാഡ് എനർജി ആയിരിക്കും ഉണ്ടാവുക. ആ സാഡ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യപ്പെടും. കുറച്ചു നേരം നിങ്ങൾ സാഡ് ആയിരിക്കും, അങ്ങനെയായിരിക്കും നിങ്ങൾ പോവുക. എന്നാൽ വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി കുറച്ചു നേരം ഒരു 10 മിനിറ്റ് സംസാരിച്ച് ഒരു ഫുൾ A+ ഒക്കെ കിട്ടിയ ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ എനർജി എന്താണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യപ്പെടും. ഒരു ആംഗ്രി ആയിരിക്കുന്ന ഒരാൾ, വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാൾ, ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് നിങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ചൊരു ആംഗ്രി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതേപോലെ എനർജി പാസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ സെയിൽസിലായാലും ടീച്ചിങ്ങിലായാലും ഏതിലായി കഴിഞ്ഞാലും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് ഒരു എനർജി കേൾക്കുന്നവരിലേക്ക് പാസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സംസാരിച്ച് പോകുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം നിങ്ങളിൽ നിന്ന് പോകേണ്ടത്. ഒരു കാരണവശാലും നെഗറ്റീവ് എനർജിയോ സാഡ് എനർജിയോ ആംഗ്രി എനർജിയോ ഹെയ്റ്റ് എനർജിയോ ഒന്നും പാസ് ചെയ്യപ്പെടാൻ പാടില്ല. നിങ്ങൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ പോയി, അപ്പോൾ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് അവരെ പരിചയപ്പെടുത്തി, അപ്പൊ അവരത് മേടിച്ചില്ല. അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? നമ്മൾ അവരോട് തട്ടിക്കയറുകയോ അവരെ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. മറിച്ച് അവരെ സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ പല കോഴ്സുകളും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്നെ പലരും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പലരോടും സംസാരിക്കാറുണ്ട്. അപ്പൊ ഒരാള് പിന്നെ എന്റെ കോഴ്സ് എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തോട് എന്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അദ്ദേഹത്തിലേക്ക് ഒരു നെഗറ്റീവ് എനർജി ഒന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം എടുക്കാതിരിക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ പ്രൊഡക്റ്റ് മേടിക്കാതിരിക്കാം. നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് കുട്ടികൾ വരാതിരിക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് എപ്പോഴും ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആയിരിക്കണം ആളുകളിലേക്ക് പാസ് ചെയ്യപ്പെടുന്നത്. നല്ലത് മാത്രം പറയാം. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാളും വിഷമിച്ച് പോകരുത്. മാത്രമല്ല ഈ എനർജി ഉണ്ടാവണം എന്നുണ്ടെങ്കിലേ കുറച്ച് നമ്മളിപ്പോ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാണ്ട് ഒരു ടയേർഡായിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ അവിടെ ജാസ്മിനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാനൊരു ടയേർഡായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ജാസ്മിനും ടയേർഡാവും. ജാസ്മിനും ഒരു എനർജി ഒന്നും ഫീൽ ചെയ്യില്ല. ഭക്ഷണം കഴിക്കാത്ത പോലെ ആർക്ക് തോന്നും? ജാസ്മിനും തോന്നും. അവിടെ ഇരിക്കാനൊരു മൂഡ് ഉണ്ടാവില്ല. അപ്പൊ ഇതേപോലെ നിങ്ങളും സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോഴൊക്കെ കുറച്ചും കൂടി മനോഹരമായിട്ട് ചിരിച്ച് ഒരു എനർജറ്റിക് ആയി നിങ്ങളുടെ സംസാരങ്ങളിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്കും അതിലൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പോസിറ്റീവ് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. വാല്യൂ. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ആവശ്യമായ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളത്, അതിനാണ് വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പൊ വാല്യൂ കൊടുക്കാൻ പറ്റുക. വെറുതെ ഒരാളോട് ചില ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് ചില ആളുകളുടെ നമ്പർ നമ്മൾ മേടിക്കും. എല്ലാരെയും നമ്മൾ മേടിക്കാറില്ല. ചില ആളുകളുടെ നമ്പർ ചിലപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ആയിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവുക. ഈ സംസാരിച്ചതിന്റെ ഇടയിൽ നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇദ്ദേഹമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണല്ലോ, നമ്പർ ഒന്ന് തരുമോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാലോ. അതങ്ങനെ ഒരു വിചാരം നമ്മളിൽ ഉണ്ടായത് അദ്ദേഹം എന്തോ നമുക്ക് നൽകിയത് കൊണ്ടാണ്. ഒന്നും നൽകിയില്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്പർ തന്നാൽ പോലും നമ്പർ
വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പോരും. അപ്പോ ഒരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് വാല്യൂ കൊടുക്കാൻ പറ്റും. വാല്യൂ എങ്ങനെ കൊടുക്കുക? ഓരോരുത്തർക്ക് എന്താണോ വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞു കൊടുക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യർക്കും എല്ലാം, ഇപ്പൊ ഒരു സാധനം പഠിച്ചു വെച്ചിട്ട് എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കലല്ല വാല്യൂ കൊടുക്കല്. ഒരാൾക്ക് ചില സമയത്ത് ഒരു 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 സാന്ത്വനത്തിന്റെ വാക്കായിരിക്കും ആവശ്യം. അതാണ് ആ സമയത്ത് ഒരു വാല്യൂ കൊടുക്കല്. ഒരു സമയത്ത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു അറിവ് പകർന്നു കൊടുക്കലായിരിക്കും, അതാണ് അദ്ദേഹത്തിന് വാല്യൂ കൊടുക്കല്. ചില സമയത്ത് ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കലായിരിക്കും, അതൊരു വാല്യൂ കൊടുക്കലാണ്. ചില സന്ദർഭങ്ങളിൽ ഒരാളെ ഒരു പ്രചോദിപ്പിക്കലായിരിക്കും, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം, ആളൊന്ന് ഒരു തകർന്നിരിക്കുകയാണ്, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അവിടെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട വാല്യൂ എന്താണ്? ഒന്ന് അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. ഇതേപോലെ ഓരോരുത്തർക്കും എന്താണോ ആവശ്യമുള്ളത് അത് നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടപെടുക എന്നുള്ളതാണ് വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലോകത്ത് എത്രയോ മനുഷ്യന്മാരുണ്ട്. ഈ മനുഷ്യന്മാരുടെയൊക്കെ ഹൃദയത്തിലേക്ക് കടക്കാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾക്ക് ഹൃദയമുണ്ട് അല്ലെ? നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ താമസിക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഒത്തിരി ഒത്തിരി മനുഷ്യന്മാരെ കാണുന്നുണ്ടല്ലോ. പക്ഷെ എല്ലാവരെയും നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? എല്ലാവരെയും നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എടുക്കാറില്ല. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കുകയോ നമ്മൾ മറക്കാനാകാത്ത ചില മുഹൂർത്തങ്ങൾ സമ്മാനിക്കുകയോ ഒക്കെ ചെയ്ത ചില ആളുകളെ മാത്രമേ നമ്മൾ ഉള്ളിന്റെ ഉള്ളിലേക്ക് എടുക്കാറുള്ളൂ. നമ്മൾ പഠിപ്പിച്ച ഒരുപാട് ടീച്ചർമാരുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ, ഫേവറേറ്റ് ടീച്ചർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ടീച്ചർമാരെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇതേപോലെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റണമെങ്കിൽ ഇതേപോലെ നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കാൻ പറ്റണം. അവരുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നത് അപൂർവം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അവരുടെ സംസാരം ഏറ്റവും മനോഹരമാകുമ്പോൾ മാത്രമാണ് അവർക്ക് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കടക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നത്. നമ്മളുടെ സംസാരം കൊണ്ട്, നമ്മളുടെ പ്രചോദനം കൊണ്ട്, നമ്മളുടെ അഭിനന്ദനം കൊണ്ട്, നമ്മളുടെ അറിവ് കൊണ്ട്, നമ്മളുടെ കഴിവ് കൊണ്ട് മറ്റൊരാളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, അതൊരു വഴിത്തിരിവാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു കാരണവശാലും നിങ്ങളെ മറക്കാൻ സാധ്യതയില്ല. അപ്പോ ഇതേ രൂപത്തിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി നമുക്ക് പറ്റുക, അതാണ് വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞ വാല്യൂ. നമുക്ക് മറ്റുള്ളവരിൽ ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും എംപതറ്റിക് ആവുക, നമ്മളുടെ സംസാരങ്ങളിൽ എംപതി കൊണ്ടുവരിക. എന്താണ് എംപതി എന്ന് പറയുന്നത്? എംപതി എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ളവരുടെ അതേ ഒരു സാഹചര്യം, മറ്റുള്ളവരുടെ അതേ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വെറുതെ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ അവരുടെ ഒരു സ്ഥലത്ത് നമ്മളായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുക. അതാണ് എംപതി എന്ന് പറയുന്നത്. അപ്പോ പിന്നെ ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു രോഗിയെ കാണുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരാളെ കാണുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നമ്മളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ ഓരോ വാക്കുകളും നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ സംസാരങ്ങളെ ഏറ്റവും മനോഹരമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയും. വാക്കുകൾ കൂടിച്ചേരുമ്പോഴാണ് സംസാരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വാക്കുകളെ, പ്രയോഗങ്ങളെ ഒക്കെ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ സംസാരങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് വായിക്കണം. നന്നായി വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല വാക്കുകളെ കണ്ടുമുട്ടാൻ പറ്റുക.
വാക്കുകളെ നിങ്ങൾ പരിചയപ്പെടണം. നല്ല നല്ല വാക്കുകളെ നിങ്ങൾ പരിചയപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ നിങ്ങളുടെ സംസാരത്തിൽ നല്ല വാക്കുകൾ വരും. ഇപ്പൊ വാക്കുകൾ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? വാക്കുകൾ കിട്ടാത്തത് നിങ്ങൾ വാക്കുകളെ പരിചയപ്പെടാത്തത് കൊണ്ട്. എനിക്ക് സാറേ വാക്കുകൾ തീരെ കിട്ടുന്നില്ല. വാക്കുകൾ കിട്ടാത്തത് എന്താണ്? നിങ്ങൾ വാക്കുകളെ നിരന്തരം കാണാത്തത് കൊണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിക്കുക, വായനാശീലം ഉണ്ടാവുക. അപ്പൊ നല്ല വാക്കുകളുമായി ചില ആളുകളുടെ ചില സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഇവരെങ്ങനെയാ എങ്ങനെ സംസാരിക്കുന്നേ? ഹൃദയത്തിന്റെ. അപ്പൊ സംസാരത്തെ നമ്മൾ സാധാരണ പറയുന്നത്, നിങ്ങളുടെ സംസാരം മനോഹരമാകുമ്പോൾ അത് കേവലം അധരങ്ങളിൽ നിന്ന് ചെവികളിലേക്കല്ല സഞ്ചരിക്കുക, മറിച്ച് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ സംസാരത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എൻ്റെ പിന്നെ വായ ചലിച്ചുകൊണ്ട് സംസാരിച്ച് നിങ്ങളുടെ ചെവികളിലേക്കാണെങ്കിൽ കൂടി പറയുന്നതിനെ ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. എത്താൻ പറ്റും നമുക്ക്. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വാക്കുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടുകാരാക്കണം. വാക്കുകളെ കൂട്ടുകാരനാക്കണമെങ്കിൽ നിങ്ങൾ വായിക്കണം. നല്ല മലയാളം പുസ്തകങ്ങളൊക്കെ വായിക്കുക, നോവലുകളൊക്കെ വായിക്കുക. അപ്പൊ അതിൽ ഒരുപാട് നിങ്ങൾ വായിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് വാക്കുകൾ കടന്നു വരും. അങ്ങനെ വാക്കുകളെ നിരന്തരം അല്ലെ, നമ്മൾ ഈ ഒരു നമ്മുടെ ഇഷ്ടപ്പെട്ട ഏറ്റവും സുഹൃത്തുക്കൾ ഉണ്ടാവും. ഈ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളായി മാറിയത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഇവരെ പരിചയപ്പെടുന്നുണ്ടാവും. എല്ലാ നമ്മുടെ സുഹൃത്തുക്കളും മുമ്പ് അപരിചിതരായിരുന്നു. എല്ലാ നമ്മുടെ സുഹൃത്തുക്കളും അപരിചിതരായിരുന്നു. ഈ അപരിചിതത്തിൽ നിന്നാണ് നമ്മൾ പരിചിതരായത്. പരിചിതരായി പിന്നെ വീണ്ടും അവരോട് സംസാരിച്ചപ്പോഴാണ് അവര് നമ്മളുടെ കൂട്ടുകാരായി മാറിയത്. വീണ്ടും അവരോട് നമ്മൾ സംസാരിച്ചപ്പോഴാണ് അവർ നമ്മളുടെ സ്നേഹിതരായി മാറിയത്. വീണ്ടും ഒരുപാട് സംസാരിച്ചപ്പോൾ ഒരു പക്ഷേ അവർ നമ്മുടെ പ്രാണനായി മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇതേപോലെ വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? അപരിചിതരായ വാക്കുകൾ ഉണ്ടാവും, ഇവരെ നമ്മൾ പരിചിതരായ വാക്കാക്കണം. വീണ്ടും അവരോട് കൂട്ടുകൂടണം. അങ്ങനെ കൂട്ടുകൂടി പരിചിതനായ വാക്ക്, കൂട്ടുകാരനായ വാക്ക്, സ്നേഹിതനായ വാക്ക്, പ്രാണനായ വാക്ക്. അപ്പോ അവസാനം നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുക. അപ്പൊ വാക്കുകളുമായിട്ട് നിങ്ങൾ നല്ല കൂട്ടുകാരാവണം. അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സംസാരത്തിന്റെ ഇടയിലേക്ക് നല്ല നല്ല വാക്കുകൾ കടന്നു വരും. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ ഒരു ഒരു മൈൻഡ് പ്രോസസ്, ഒരു ബ്രെയിൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഞാൻ മുമ്പെപ്പോഴോ വായിച്ച ഒരുപാട് വാക്കുകൾ എൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വാക്കുകളെ കണ്ടെത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അധരങ്ങളിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ. എൻ്റെ ബ്രെയിനിലെ അലമാരകളിലേക്ക് എന്താണ് വാക്കുകളെ കൊണ്ടുവെക്കും. അവിടെ നിന്ന് വളരെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള വാക്കുകൾ ഞാൻ സംസാരിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആയതുകൊണ്ട് നിങ്ങളുടെ സംസാരങ്ങളെ ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ നിങ്ങൾ വാക്കുകളുമായിട്ട് നല്ല കൂട്ടുകാരാവുക, നല്ല വാക്കുകൾ നിങ്ങളിൽ ഉണ്ടാവുക. അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് വായിക്കുക. നിങ്ങളൊരു സമയം, ദിവസത്തിലെ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക? വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ വാക്കുകളെ പരിചയപ്പെടുക, പ്രയോഗങ്ങളെ പരിചയപ്പെടുക, ആളുകളുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങളുടെ സംസാരത്തെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ, നിങ്ങളുടെ സ്പീക്കിങ്ങിനെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവും അതേപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസവുമാണ് നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഭയങ്കര ഒരു ലൈഫിൽ നിങ്ങൾ ഒരു ആത്മവിശ്വാസം നൽകും. എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. നെഞ്ചുറപ്പോടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇത്തരത്തിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചാൽ മാത്രം മതി. അപ്പൊ ഇവിടെ ഞാൻ കണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്വം, നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും
എന്നുള്ള ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കഴിവ്, ഒരു മികവ്, അതിനേക്കാൾ ഒരു 2 ഇരട്ടി മികവെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു ഒരു കൃത്യമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നിങ്ങൾ സെയിൽസിലാവട്ടെ, നിങ്ങളുടെ ടീച്ചിങ്ങിലാവട്ടെ, അങ്ങനെ തുടങ്ങി ഏത് ഫീൽഡിലായി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ആത്മവിശ്വാസവും ഒരു മികവും ഒരു തികവും നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയങ്ങളിലേക്ക് നിങ്ങളെ എളുപ്പത്തിൽ എത്തിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്താനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കും ഡൗട്ട്സ് ഇല്ലേ? സാർ നന്നായിട്ട് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുന്ന പോലെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സംശയം ഇപ്പൊ ഒന്നും തോന്നണില്ല. താങ്ക് യു മാം. സെലീന മാം, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. സാറ് പറഞ്ഞില്ലേ വാക്ക്. ഹലോ, പറഞ്ഞോ മാം. സാറ് പറഞ്ഞില്ലേ വാക്കുകൾ കണ്ടെത്തുകയെന്ന്, അതെന്താ അങ്ങനെ പറഞ്ഞു? എന്തായിരുന്നു ചോദ്യം? വാക്കുകൾ കണ്ടെത്തുന്നത്? വാക്കുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അതെങ്ങനെയാ, എന്താ പറഞ്ഞത്? വാക്കുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞത്, വാക്കുകൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പലപ്പോഴും നമുക്ക് പേടിയുണ്ടാകുന്നത്, അതല്ലെങ്കിൽ നമുക്കതിൽ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവുന്നത്. അപ്പൊ വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ വാക്കുകളുമായിട്ട് പരിചയപ്പെടുക. അതാണ് ഞാൻ ഉപയോഗിച്ച പദം, വാക്കുകളുമായിട്ട് പരിചയപ്പെടുക. നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറെ ആളുകളെ നമ്മൾ കാണുന്ന സമയത്ത് പരിചയക്കാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവൂലേ? നമ്മൾ പുറത്തിറങ്ങി അപ്പൊ കുറേ പരിചയക്കാര്, ഒരു ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഒരു പിന്നെ അവിടെ തൊട്ടടുത്ത് നമുക്ക് ഏറ്റവും പരിചിതനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആ സ്ഥലം നമുക്ക് എന്തായി, കംഫേർട്ടായി അല്ലേ? നമുക്ക് അവിടെ നിൽക്കാൻ ഒരു പേടി ഉണ്ടാവില്ല. നമ്മൾ അത്രയും സമയം നമുക്ക് നല്ല ഉഷാറായിട്ട് അവിടെ നിൽക്കാൻ പറ്റും. ബസ് വരുന്നവരെ അവരോട് വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കും. എന്നാൽ ഒരു ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു, അവിടെ ആരുമില്ല, നമ്മൾക്ക് പരിചയമുള്ള ഒരാളും ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും സമയം ബസ് വരുന്നത് വരെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ലോൺലിനെസ് ആയി വെറുതെ ഇങ്ങനെ മൊബൈൽ നോക്കി ഇങ്ങനെ ചടഞ്ഞുകൂടി നിൽക്കേണ്ടി വരും. അപ്പൊ ഇതേപോലെ നമുക്ക് വാക്കുകൾ അധികം അറിയാത്തത് കൊണ്ടോ നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ടോ ആണ് നമുക്ക് അധികം സംസാരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നല്ല വാക്കുകൾ നമ്മുടെ സംസാരത്തിലേക്ക് വരാത്തത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ല വാക്കുകൾ എവിടെ നിന്നാ കിട്ടുക? നല്ല വാക്കുകൾ നമുക്ക് എവിടെ നിന്നാ പരിചയപ്പെടാൻ പറ്റുക? വായിക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒരു വാക്കിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പേജ് വായിച്ചു, അപ്പൊ അതിലൊരു പുതിയ വാക്ക് കണ്ടു, അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ആ വാക്കിനെ കണ്ടു അല്ലെ? പിന്നെ നമ്മൾ ഇങ്ങനെ കുറെ വായിച്ചു പോകുന്ന സമയത്ത് അതേ വാക്ക് തന്നെ വീണ്ടും വരും. 2 പ്രാവശ്യം ആ വാക്കിനെ കണ്ടു. പിന്നെ കുറെ വായിക്കുമ്പോൾ വീണ്ടും ആ പദം വരും, അപ്പൊ 3 പ്രാവശ്യം കണ്ടു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അപരിചിതനായ ഒരാളെ കണ്ടു, പിന്നെ അയാൾ പരിചിതനായി, പിന്നെ ഈ പരിചിതനായ ആളെ വീണ്ടും കുറെ പ്രാവശ്യം കാണുമ്പോഴാണ് നമ്മൾ കൂട്ടുകാരാവുക. അപ്പൊ ഇതേപോലെ ഈ വാക്കിനെ തന്നെ നമ്മൾ നിരന്തരം കാണണം. അതായത് വായിക്കുമ്പോഴാണ് ഈ വാക്കുകൾ നമ്മൾ കാണുക. അപ്പൊ എന്തായി, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ അത് കൂടുതൽ കൂടുതൽ ഫീഡ് ചെയ്യും. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ വാക്ക് ഒബിയസ്ലി ഇങ്ങനെ കടന്നു വരും. അതുകൊണ്ടാണ് നല്ല വായനക്കാർ എപ്പോഴും നന്നായി സംസാരിക്കാൻ പറ്റുന്നവരോ അതല്ലെങ്കിൽ നല്ല വാക്കുകളോ പ്രയോഗങ്ങളോ കൊണ്ടുവരാൻ പറ്റുന്നവരായിട്ട് മാറുന്നത്. ആർക്കും ചോദിക്കാം, ആരും മടിച്ചിരിക്കണ്ട.
ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതിനൊരു വേദിയാണിത്. അപ്പൊ നമുക്ക് ആർക്കും എന്ത് ഡൗട്ടും ചോദിക്കാം. അതെ അതെ. അതായത് നിങ്ങള് ഇപ്പോ പലർക്കും ചോദിക്കണം അതല്ലെങ്കിൽ പറയണം എന്നുണ്ടാകും. ആ പറയേണ്ട കാര്യത്തെ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. നിങ്ങള് ഇപ്പൊ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് തോന്നാണ് ഇത് പിന്നെ ഏറ്റവും നന്നായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളവിടെ പറയണം. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെ പറയാതിരിക്കാൻ പാടില്ല. അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ നോ പറയേണ്ടടുത്താണെങ്കിൽ നോ പറയേണ്ടത് നോ പറയണം. അത് പറയാതിരിക്കുക എന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാക്കും. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് പിന്നീട് നിങ്ങൾക്ക് തോന്നുക എനിക്കിത് പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ പറയണമെന്നുണ്ട്, നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾക്ക് തോന്നുന്നു എനിക്കിത് പറയാൻ പറ്റൂല എന്ന ഒരു ചിന്ത മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് ഫീഡ് ചെയ്യും. അപ്പൊ ഇന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നൊരു ചിന്ത വരും. ഇങ്ങനെയാണ് ഇതിനെ ഗ്രാജുവലി നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറയണം എന്നുള്ള കാര്യം നിങ്ങൾ പറയുക, ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മുന്നോട്ട് പോവുക. സംശയമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്കും പറയാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി ഇന്നത്തെ ക്ലാസ്സിൽ, എന്താണോ നിങ്ങൾക്ക് എന്തെങ്കിലും 2 വാക്ക് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാ. ഇതൊരു തുടക്കമായിക്കോട്ടെ. നമ്മുടെ പിങ്ക് ജോബിലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് നല്ല മാറ്റമുണ്ട്. പ്രത്യേകിച്ച് ഒരു വ്യക്തി ഒട്ടും സംസാരിക്കില്ല, സംസാരം വളരെ ശബ്ദം കുറവാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരാള് ഇപ്പൊ ഇവിടെ ഇതിന്റെ ഇടയിൽ നന്നായിട്ട് ശബ്ദം ഉയർത്തി തന്നെ സാറിനോട് എന്തോ ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞു. സ്കില്ലും ടാലന്റ് ചോദിച്ചപ്പോ പുള്ളിയാണ് സംസാരിച്ചത്. അപ്പോ അത് ഓരോ തുടക്കമാണ്, ഓരോന്നിനും ഓരോ തുടക്കമാണ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ വലിയ വലിയ കഴിവുകൾ ഉണ്ടാവാം, നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. പക്ഷെ അതൊന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരു തുടക്കം വേണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫീഡ്ബാക്കും പറയാം. പേര് വിളിക്കാത്തോണ്ടാണോ? അല്ല, സാറിന്റെ ക്ലാസ്സിൽ വായനാശീലം നന്നായിട്ട് തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു. അത് പക്ഷെ വായിക്കാൻ ഭയങ്കര മടിയാണ്. അതിപ്പോ സാറിങ്ങനെ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് മിക്കവാറും. അതുകൊണ്ട് അത് തുടങ്ങണം എന്ന് ആഗ്രഹം ഇപ്പൊ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കുക. സാർ, ഞാന് പൊതുവെ നന്നായിട്ട് സംസാരിക്കുന്ന ആള് തന്നെയാണ്. എന്നും ചിരിക്കുക, സംസാരിക്കുക, അത് എൻ്റെ ഒരു ഹോബിയാണ്. ഞങ്ങള് എൻ്റെ കുടുംബത്തിലായാലും ഞങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് തന്നെ ചിരിക്കുന്ന ആളെത്തി എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ വീട്ടിലാവുമ്പം ഹസ്ബൻഡിന് കൂടുതൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഫിനാൻഷ്യൽ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ സപ്പോർട്ടാണെങ്കിലും കൂടുതൽ സംസാരിക്കുക, ചിരിക്കുക, അങ്ങനെയുള്ള വിഷയത്തിൽ ആള് വളരെ പുറകിലാണ്. അതുകൊണ്ടും കൂടി ഞാൻ പുറകിൽ പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരുടെ സപ്പോർട്ട് അങ്ങനെയുള്ള വിഷയത്തിൽ കുറവായതുകൊണ്ട്. അപ്പോൾ അതിന് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും സാർ പറയണം. ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് ആണോ? അല്ല, വീട്ടിലെ സംസാരം കുറവ്, അതുപോലെ ചിരിക്കുന്നതിലും സംസാരിക്കുന്നതിലും ഹസ്ബൻഡിന് വളരെ ബാക്കിലാണ്. അത് അത്ര ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ടുകൂടെ ഞാൻ പുറകിലായിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. അതെ അതെ അതെ. അതായത് ഇത് ഒരു പേഴ്സണാലിറ്റി അനുസരിച്ചിട്ടാണ് വരിക. അപ്പൊ നമ്മുടെ സൈക്കോളജിയിൽ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പറയും. അതായത് ഈ ഇൻട്രോവേർട്ട് ഇപ്പോ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ ഇൻട്രോവേർട്ടും ഒരാൾ എക്സ്ട്രോവേർട്ടും ആയിരിക്കും. അതായത് ഒരാൾക്ക് എക്സ്ട്രോവേർട്ടുകളെ സംബന്ധിച്ചിടത്തോളം സംസാരപ്രിയരായിരിക്കും. പിന്നെ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതായത് ആരെ കണ്ടു കഴിഞ്ഞാലും
സംസാരിക്കുക, നന്നായിട്ട് ഇടപെടുക, ആക്റ്റീവ് ആവുക, ഇവരൊക്കെ എക്സ്ട്രോവേർട്ടുകളാണ്. കാരണം ഇവര് എനർജി കണ്ടെത്തുന്നത് ആളുകളോട് സംസാരിച്ചിട്ടാണ്. എന്നാൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ എന്ത് കിട്ടുക, എനർജി കിട്ടുക. സംസാരിക്കുക എന്നുള്ളത് അവർക്ക് അത്ര ഒരു താല്പര്യമുള്ള ഒരു കാര്യം ആയിക്കൂല. ചിലപ്പോ അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ, അങ്ങനെയുള്ള പ്രകൃതക്കാരുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഒബിയസ്ലി എന്താണ്, അവർക്ക് സംസാരിക്കാൻ ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാകും. അതല്ലെങ്കിൽ സംസാരിക്കുന്നവരോട് ചിലപ്പോ അത് അങ്ങനെ സംസാരിക്കേണ്ട എന്നൊക്കെ പറയുകയും ചെയ്യും. അപ്പോ അങ്ങനെ വരുമ്പോൾ അതൊരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സംസാരിക്കാന്ന് ഞാനിവിടെ ഓവറോൾ പറഞ്ഞെങ്കിലും അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വാല്യൂ കൊടുക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. സംസാരിക്കുന്ന സമയങ്ങളിൽ വെറുതെ ഇങ്ങനെ കുറെ ഇങ്ങനെ സംസാരിച്ച് നടക്കുക എന്നുള്ളതല്ല അതിന്റെ ഒരു ഉദ്ദേശം. സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ സംസാരിക്കുക, സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ എനർജറ്റിക്കും വാല്യൂ നമ്മൾ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ടോട്ടലി പറഞ്ഞു വെച്ചത് അല്ലെ. ഇപ്പൊ സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാലോ, ഒരാളെ നമ്മൾ എപ്പോഴും വിലയിരുത്തുന്ന സമയത്ത് അവളെപ്പോഴും ഇങ്ങനെ സംസാരിച്ച് നടക്കാണ്, ആ സംസാരമല്ല നമ്മൾ പറഞ്ഞത്. അതായത് നമുക്ക് സംസാരിക്കേണ്ട സമയങ്ങളിൽ നമുക്ക് ഓരോ സമയങ്ങളിലും അത്യാവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ഈ സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ആത്മവിശ്വാസം ഉണ്ടാവുക, അവരോട് സംസാരിക്കുക, ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാനുള്ള ഒരു സ്ട്രക്ചർ നിങ്ങളിൽ ഉണ്ടാവുക, അത് നിങ്ങൾക്ക് അവരെ കൺവേ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ഈ ഒരു സംസാരത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു തലമാണ്. അത് നിങ്ങൾ എന്താണ്, അത് നിങ്ങൾ നേടിയെടുക്കാൻ പറ്റണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക. അതൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പാർട്ട്ണറിലേക്ക് പതുക്കെ നമ്മളത് കൺവേ ചെയ്ത് കൊടുക്കുക, അവരെ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ അത് നമ്മൾ പതുക്കെ അവരെ ബോധ്യപ്പെടുത്തുക. അതിലൂടെ നമുക്ക് പിന്നെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. താങ്ക് യു സർ. സാറിന്റെ 2 ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷന്റെ 2 ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ചുകൂടി ലാളിത്യത്തോട് കുറച്ചുകൂടി ലഘൂകരിച്ചാണ് സാർ ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം സാധാരണക്കാർക്ക് മനസ്സിലാകണം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് ക്ലാസ്സിൽ സാർ എടുക്കുന്നത്. ഞാൻ ഇപ്പൊ 14ാമത്തെ ബാച്ചിൽ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. 15ാമത്തെ ബാച്ച് ഇപ്പൊ ഉടനെ തുടങ്ങും. ഒരു ട്രെയിനറുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ മേഖലയിൽ നിൽക്കുന്നവരെ സ്റ്റുഡന്റ് ആക്കാമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യമുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഫൈസൽ സാറ്. അപ്പൊ സാറിന്റെ സ്റ്റുഡന്റ് ആവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കും അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സലീനമ്മ പറഞ്ഞതുപോലെ എന്റെ ഹസ്ബൻഡും ഇതുപോലെ ആയിരുന്നു. സ്കൂളിലൊക്കെ എന്റെ മോളെ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുമ്പോൾ നീ എന്തിനാ പറയാൻ പോയെന്ന് ചോദിക്കും. ഞാൻ പറയാം അത് പറയണമല്ലോ എന്ന് പറയും. എന്നിട്ട് ഞാൻ പുള്ളി പറയുന്ന അങ്ങനെ കേൾക്കാൻ നിൽക്കില്ല. എനിക്ക് അഭിപ്രായം പറയാൻ ഒരു സ്പേസ് കിട്ടിയാൽ ഞാൻ പറയും. അപ്പോ മോശം അഭിപ്രായമാണെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് ടീച്ചേഴ്സിനെയോ പ്രിൻസിപ്പലിനെയോ മാറ്റി നിർത്തിയിട്ട് ഇന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ എന്റെ പിറകെ ഇരിക്കുന്ന പേരൻസ് പറ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അവർക്ക് പറയാൻ പേടിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പരാതി ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇപ്പൊ തന്നെ നോട്ട്സും ചെക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതികളായി. അപ്പൊ എന്റെ മകള് നോട്ട്സ് കറക്റ്റ് എഴുതുന്നുണ്ട്, ഞാൻ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പരാതി അവിടെ ഇല്ല. പക്ഷെ വേറെ പേരൻസിന് ആ പരാതി ഉണ്ട്. പക്ഷെ അവർക്ക് പറയാൻ പേടിച്ചിട്ടാണെന്നറിയില്ല. പുറകിലിരുന്ന് എന്നെ കുത്തിയിട്ട് ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറ. ഞാൻ പറഞ്ഞു അത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറഞ്ഞോ എന്ന് പറയും. അവസാനം ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇന്ന പേരൻസ് ഇതുപോലെ പറയുന്നുണ്ട്, എനിക്കങ്ങനെ പരാതിയില്ല, പലരും ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ ഒരു ദിവസം ഫോൺ വിളിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കിൽ വന്നിരുന്നപ്പോ അവിടുത്തെ പ്രിൻസിപ്പൾ, അതും +2-ലാണ്, എന്റെ മോൾ 9ാം ക്ലാസ് പഠിക്കുന്നുള്ളൂ, 9ാം ക്ലാസ് +2-ന്റെ പ്രിൻസിപ്പൾ വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് ഇവിടെയാണോ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ പിടിച്ചിരുത്തി. അപ്പൊ അങ്ങനെ കുറെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മോശം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരെ മാറ്റി നിർത്തി പറയാം, നല്ലത് പറയുമ്പോൾ സഭയിൽ പറയുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും വന്ന് നമ്മളോടാണ് അവർ പറയുന്നത്, പറയണോന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കുറെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കുറെ ഇതുണ്ട്.
പിന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോ 2 പാനലായിട്ടാണ് അവർ മത്സരിക്കുന്നത്, PTA ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ 2 ടീമും വന്ന് ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് നിൽക്കാമോ, നമ്മൾ പറ്റില്ല. ഹസ്ബൻഡിനോട് വന്ന് എതിർ പാർട്ടി വന്ന് ചോദിച്ചു നിൽക്കാമോ, അപ്പൊ പുള്ളി പറഞ്ഞു പറ്റില്ല. കാരണം അത് നമ്മൾ സംസാരിക്കുമെന്നുള്ള അവർക്ക് അറിയുന്നത് കൊണ്ടാണ്. നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, നമ്മൾ നിന്നാൽ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ സ്കൂളിലേക്ക്, അതൊക്കെ അവർക്ക് അറിയുന്നോണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാ, കിട്ടുന്ന സാഹചര്യങ്ങളിൽ സംസാരിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം എന്റെ ഹസ്ബൻഡ് എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ പുള്ളി പറയുന്ന നീ എന്താ പറയാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിലേക്ക് എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സാറിന്റെ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. വളരെ ലളിതമായ ക്ലാസ്. ഇതിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കുട്ടികളുണ്ടല്ലോ, കുട്ടികളെ നല്ല കമ്മ്യൂണിക്കേഷനുള്ള കുട്ടികളാക്കി മാറ്റണം. അവര് ഈ പിയർ ഗ്രൂപ്പിനോടൊക്കെ നന്നായി സംസാരിക്കും, ചില കൂട്ടുകാരോടൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടാവും. ബട്ട് ഓവറോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായി സംസാരിക്കും. കാരണം ഇപ്പൊ നേരത്തെ ഇവിടെ ജാസ്മിൻ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് സീനിയോറിറ്റി പ്രൊമോഷൻസ് കിട്ടുന്നത് സ്കിൽ അനുസരിച്ചിട്ടാണ്. ക്വാളിഫിക്കേഷനേക്കാൾ അപ്പുറത്ത് ഇന്നത്തെ കാലത്ത് സ്കില്ലിലാണ് പ്രധാനം. ഒരു മാനേജ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവുക, ഒരു ലീഡർഷിപ്പിലേക്ക് പോവുക, ഒരു സുപ്പീരിയറിറ്റിയിലേക്ക് പോകുന്നത് എപ്പോഴും ഒരു കുറച്ചും കൂടി സോഷ്യലി ഇടപെടുമ്പോൾ മാത്രമാണ്. ഒരാളോട് സ്റ്റാഫിനോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ പിന്നെ ഒരു കമ്പനി മാനേജർ ആക്കുള്ളൂ അല്ലെ. അതേപോലെ തന്നെ പിന്നെ അവിടെ നന്നായിട്ട് സംസാരിക്കുക, ഇടപഴകുക, പ്രോബ്ലം സോൾവിങ് ഉണ്ടാവുക, ക്രിയേറ്റീവായിട്ട് ഇടപെടുക, സോഷ്യലി കമ്മിറ്റഡ് ആവുക, ഇങ്ങനെയുള്ള കപ്പാസിറ്റികൾ കുട്ടികൾക്ക് കൂടി ഉണ്ടാവണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൂടി ഉണ്ടാവേണ്ട ഒരു കാര്യം. അപ്പോൾ കുട്ടികൾ നമ്മളെ കണ്ടാണ് വളരുന്നത്, നമ്മൾ സംസാരിക്കുന്നുണ്ടോ, നമ്മൾ ഇടപെടുന്നുണ്ടോ, ഇതൊക്കെ അവർ നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ അത്ര പ്രാധാന്യത്തോടു കൂടി തന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നേരത്തെ പറഞ്ഞ ഓരോ ഉയർച്ചകളും നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുക. അപ്പൊ അതുകൂടി നമ്മൾ പിന്നെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച സാറിന് പ്രത്യേകം താങ്ക്സ്. അതുപോലെ അവസാനം വരെ കേട്ടിരിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തവർക്ക് എല്ലാവർക്കും നമ്മുടെ പിങ്ക് ജോബിന്റെ പ്രത്യേകം താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സുമായി വേറൊരു സബ്ജക്റ്റുമായി നമ്മൾ വരും, അതിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാവരും പിങ്ക് ജോബിനൊപ്പം സഞ്ചരിക്കണമെന്ന് ഒന്നുകൂടി താഴ്മ അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.